വനമേഖലയോട് ചേർന്ന സ്ഥലങ്ങളിൽ നിന്ന് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി കുടിയൊഴിഞ്ഞ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാതെ സർക്കാർ. വയനാട് പൂതാടി പഞ്ചായത്തിലെ ഓർക്കടവിലുള്ള 60-ലേറെ ആളുകളാണ് തുക ലഭിക്കാതെ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത്. വീട് പൊളിച്ചുമാറ്റി വാടക വീടുകളിലേക്ക് മാറിയവരടക്കം പ്രതിസന്ധി നേരിടുന്നു. കാലുകൾക്ക് പൂർണ്ണതോതിൽ സ്വാധീനമില്ലാത്ത രാമചന്ദ്രൻ ഓർക്കടവിലെ പൊളിച്ചിട്ട വീട്ടിലേക്കുള്ള നടത്തത്തിലാണ്. ഒപ്പം സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിലെ ഗുണഭോക്താക്കളിൽ ചിലരും. രാമചന്ദ്രന്റെ ഭാര്യ ശാന്തയുടെ പേരിലുള്ള സ്ഥലവും വീടും പദ്ധതിയുടെ ഭാഗമായി വിട്ടു നൽകിയതോടെ ആകെ 45 ലക്ഷം രൂപ കിട്ടണം. ആദ്യ ഗഡു ലഭിച്ചു. ഇതോടെ മറ്റൊരു സ്ഥലവും വീടും വാങ്ങാൻ അഡ്വാൻസ് നൽകി. കരാർ കാലാവധി കഴിഞ്ഞ് 6 മാസം. ഇപ്പോൾ താമസിക്കുന്ന വീടിന് വാടക നൽകേണ്ടതുണ്ട്. ഫസ്റ്റ് ഗഡു കിട്ടി. വീട് പൊളിച്ച് മാറ്റിയ 1.5 മാസം കൊണ്ട് പൈസ തരാമെന്നുള്ള വ്യവസ്ഥയാണ് സർക്കാർ വെച്ചിരുന്നത്. അതിപ്പോൾ 9 മാസമായി. ഇതേവരെ പൈസ കിട്ടിയില്ല. ഞാൻ 18 ലക്ഷം റുപ്യ കൊടുത്ത് വീടിന് അഡ്വാൻസ് കൊടുത്ത് വീട് പിടിച്ചിട്ടു. ഇപ്പോൾ 5000 വെച്ച് വാടക കൊടുത്തിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ഇദ്ദേഹത്തെ പോലെ 60-ലേറെ കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായവർ. ഇവരിൽ 25 പേർക്ക് ആദ്യ ഗഡു കിട്ടി. 10 പേർ വീട് പൊളിച്ചു. ഇതിൽ 9 പേർക്ക് രണ്ടാം ഗഡു ലഭിച്ചിട്ടില്ല. ഇത് ലഭിക്കേണ്ട കാലയളവ് പിന്നിട്ട് മാസങ്ങളായി. ഞങ്ങൾ പൂർവ്വകാലം ഒരു കാരണന്മാരായിട്ട് ഇവിടെ ജീവിച്ച് അങ്ങനെ സ്വന്തം കുടുംബക്ഷേത്രങ്ങളുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഈ പദ്ധതി വന്നുകൊണ്ടാണ് ഞങ്ങളിവിടെ നിന്ന് ഒഴിവാകാൻ രക്ഷയില്ലാത്തതുകൊണ്ട് ഒഴിവായതാണ്. അത് കഴിഞ്ഞിപ്പോൾ 9 മാസമായി. യാതൊരു തീരുമാനം അങ്ങനെ വന്നിട്ടില്ല. ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറയും ഉടനെ പാസ്സാവും. എല്ലാ നടപടികളും പൂർത്തിയാക്കിയെന്ന് വയനാട്ടിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇനി ഫണ്ട് പാസ്സാക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ലെന്നതാണ് ഇവർക്ക് ലഭിക്കുന്ന മറുപടി. വന്യജീവി ശല്യത്താൽ പൊറുതിമുട്ടിയത് മൂലമാണ് ഇവിടെ നിന്ന് പലരും വീടൊഴിയാൻ സന്നദ്ധരായത്. പക്ഷേ തുക ലഭിക്കാൻ വൈകുന്നതോടെ നിരാശയിലാണ് ഈ മനുഷ്യർ. 24 വയനാട്.